അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. കഅബ ഉടൻ പൊളിക്കപ്പെടും. കഅബ ഉടൻ പൊളിക്കപ്പെടും. നിങ്ങൾക്ക് കഅബ കാണാൻ ആഗ്രഹമില്ലേ? ഉമ്മമാർക്ക് പ്രത്യേക സംവരണമുണ്ട്. നിങ്ങൾക്ക് കഅബ കാണാൻ ആഗ്രഹമുണ്ട് എങ്കിൽ മുനീർ ബാഖവി എന്നറിയപ്പെടുന്ന ഒരു മുസ്ലിയാരുണ്ട്, AP സമസ്തയിലുള്ള ഒരു പച്ച ഷാളൊക്കെ ഇട്ട് പ്രസംഗിക്കുന്ന ഒരു മുസ്ലിയാർ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വെള്ളമുണ്ട്, അതിൽ തേൻ ചേർത്തിട്ടുണ്ട്. നൈൽ നദിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അതിൽ അദ്ദേഹം തേൻ ചേർത്ത് അദ്ദേഹം മന്ത്രിച്ചൂതി നിങ്ങൾക്ക് തരും. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല തേൻ വേണമെങ്കിൽ ചേർക്കാം. ചെറിയ ബോട്ടിലാണ്. അത് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി വെക്കണം. 5 വർഷം വരെ നിങ്ങൾക്ക് വെക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കഅബ പൊളിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കഅബ പോയി കാണാൻ വേണ്ടിയുള്ള അവസരം ഒരുങ്ങി വരും. അത് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഉമ്മമാർക്ക് മാത്രമാണ് ഈ സംവരണമുള്ളത്. നമുക്ക് ആ മുസ്ലിയാർ പറയുന്നത് തന്നെ കേൾക്കാം. അദ്ദേഹം പറയുന്നതാണല്ലോ കൂടുതൽ നല്ലത്, അതുകൊണ്ട് അദ്ദേഹം തന്നെ പറയട്ടെ. നൈൽ നദി എന്ന് പറയുന്ന നദിയിലൂടെ വന്ന വെള്ളം മിക്സാക്കിയ തേന് ലോകത്ത് എവിടെയും കിട്ടില്ല. ലോകത്ത് എവിടെയും കിട്ടില്ല. നൈൽ നദി എന്ന് പറയുന്ന നദിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൽ അദ്ദേഹം മിക്സാക്കിയ തേന്, ആ ഒരു വെള്ളം നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. കാരണം അദ്ദേഹം വാറ്റിയുണ്ടാക്കിയ സാധനമാണ്. അതിൽ ഞങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും കിട്ടില്ലല്ലോ. അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത സാധനമാണല്ലോ. അത് അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ നിങ്ങൾ അതിന് വേണ്ടി പോകണം. വേറെ എവിടെയും തന്നെ പോയാൽ നിങ്ങൾക്ക് അത് കിട്ടില്ല. ലോകത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് അത് കിട്ടില്ല. അതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് അദ്ദേഹം തന്നെ പറയട്ടെ. മൂക്കുപൊടി കയറ്റുന്നതാ. അപ്പൊ ആ തേന് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ സമാഹരിക്കണം. പാത്തക്കണം. ഒരു ചെറിയ കുപ്പിയാണ്. അത് നിങ്ങൾക്ക് 5 കൊല്ലത്തിനുള്ള വീട്ടിൽ വെക്കണം. കുറച്ച് നല്ല തേൻ കൊണ്ടുവന്ന് മിക്സ് ആക്കും ചെയ്യാം. അത് നിങ്ങൾക്ക് ഞാൻ ഇൻഷാല്ലാ മന്ത്രിച്ചു തരും. ഓരോ ഉമ്മമാരും വാങ്ങണം. കഅബം കാണാത്ത ഉമ്മമാര് അത് നല്ല നിയ്യത്ത് വെച്ച് വാങ്ങിയാൽ കഅബം അടുത്ത കാലത്ത് പൊളിക്കപ്പെടും. അതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉമ്മമാർക്ക് മാത്രമല്ലേ ഉസ്താദെ? ഉമ്മമാർക്ക് മാത്രം. മനസ്സിലായി? ഉമ്മമാർക്ക് പ്രത്യേകം സംവരണം ചെയ്തു വെച്ചതാണ്. കഅബ പൊളിക്കപ്പെടും. ഏത് കാലഘട്ടത്തിലാണെന്ന് നമുക്ക് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതാണ് ആ കാലഘട്ടം? അന്ന് കഅബയെ അവർക്ക് ആവശ്യമില്ല. അങ്ങനെ ഒരു കാലഘട്ടം വരും. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചുള്ള ചർച്ചയില്ല. അള്ളാഹുവിനെ വിളിക്കുന്ന ആളുകളില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടം ഏതാണ്? അതിൽ പണ്ഡിതന്മാർ പറയുന്നത് ഈസാ നബിയുടെ കാലഘട്ടത്തിന് ശേഷമാണ് എന്നാണ്. അല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് ഈസാ നബിയുടെ കാലഘട്ടത്തിന് ശേഷം എന്നാണ്. ആരാണ് പൊളിക്കപ്പെടുക? എത്യോപ്യയിൽ നിന്ന് കണങ്കാല് ചെറുതായിട്ടുള്ള ആളുകളാണ് പൊളിക്കപ്പെടുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ അവനെ കാണുന്നു എന്ന രൂപത്തിൽ, എന്റെ കണ്ണുകൊണ്ട് കാണുന്നു എന്ന രൂപത്തിൽ പറയുന്നുണ്ട്. അവന്റെ കറുത്ത 2 തുടകൾ അതിനെ വിട്ടു നിൽക്കുന്ന രൂപത്തിൽ കല്ലുകൾ അടർത്തി മാറ്റി അങ്ങനെയാണ് പൊളിക്കപ്പെടുക എന്ന് അത്ര കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ ഈ ചങ്ങാതി, നമ്മളെ ഈ പച്ചശാള് മുനീർ ബാഖവി, അദ്ദേഹത്തെ എങ്ങനെയാണ് ഇത് അറിഞ്ഞത് പെട്ടെന്ന് പൊളിക്കപ്പെടുമെന്ന്? അതുകൊണ്ട് ഒരു ഉമ്മമാർക്ക് പ്രത്യേക സംവരണമാണ്. എന്താണ്? അദ്ദേഹത്തിന്റെ കയ്യിൽ പ്രത്യേകം ഒരു വാറ്റുണ്ട്. ആ വാറ്റ് എന്താണ്? അദ്ദേഹം നൈൽ നദിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം എടുത്തു, അതിൽ കുറച്ച് തേൻ ചേർത്തിട്ടുണ്ട്. പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കുറച്ച് നല്ല തേൻ കിട്ടുകയാണെങ്കിൽ ചേർക്കുകയും ചെയ്യാം. 5 കൊല്ലം വെക്കുകയും വേണം. അതിൽ അദ്ദേഹം മന്ത്രിച്ചൂതിയിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ 5 കൊല്ലം വരെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഅബ പെട്ടെന്ന് പൊളിക്കാൻ ചാൻസ് ഉള്ള നിങ്ങൾക്ക് ആ കഅബ പൊളിക്കുന്നതിന് മുമ്പ് തന്നെ പോയി കാണാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാകും എന്നാണ് ഈ പെരിച്ചായി ഇവിടെ വെച്ച് കാച്ചിയത്. നിങ്ങളുടെ മതമേതാണ് കൂട്ടരെ? എന്തൊക്കെയാണ് ഈ പറയുന്ന സമൂഹത്തിന്റെ മുന്നിൽ ഈ പുരോഹിത വർഗം വെച്ച് കാച്ചുന്നത്? ഇതൊക്കെ വിശ്വസിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു വർഗമായി പോയല്ലോ നിങ്ങൾ. ഇതൊക്കെ ആത്മീയ ചൂഷണമല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങൾ മതത്തിന്റെ പേര് മാറ്റുക, സമസ്ത മതം എന്നാക്കുക. ഇസ്ലാം മതം എന്നത് മാറ്റി സമസ്ത മതം എന്നാക്കുക. ഇത്തരത്തിലുള്ള പുരോഹിതന്മാർ നിരന്തരം കള്ളക്കഥകൾ പറഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കുമ്പോൾ എന്തുകൊണ്ട് അതിനെതിരെ നിങ്ങൾ ശബ്ദിക്കുന്നത്? നിങ്ങൾക്ക് ദീനിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? അതല്ല കുടുംബത്തെ പേടിച്ചുകൊണ്ടാണോ? അല്ല തലയിൽ കെട്ടിട്ട് മുസ്ലിയാക്കന്മാരെ പേടിച്ചുകൊണ്ടാണോ? നിങ്ങളൊക്കെ പ്രതികരിക്കണം. ഇങ്ങനെയുള്ള പുരോഹിതന്മാർ രംഗത്ത് വരാതിരിക്കണമെങ്കിൽ സമൂഹം പ്രതികരിക്കണം. ഇങ്ങനെയുള്ളതൊക്കെ മാളത്തിൽ പോയി ഒളിച്ചിരിക്കും. ഇങ്ങനെയുള്ളതൊന്നും തലപൊക്കില്ല. പ്രതികരിക്കണം. അതല്ല നിങ്ങളൊക്കെ മിണ്ടാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വരെ ഇത്തരത്തിലുള്ള പുരോഹിതന്മാരുടെ ചതിയിൽ വന്ന് സ്ത്രീകളടക്കമുള്ള ആളുകൾ പെടും. ഇദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപസ്മാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം.
ഒരു വെള്ള കടലാസ് എടുത്ത് ഞാനൊക്കെ കുട്ടികൾക്ക് ഉറക്കുണ്ടായി കൊടുക്കലുണ്ട്. ഐക്കല് എത്രയോ ആളുകൾക്ക് എന്നോട് പറയും ഉസ്താദ് ഒരു ഐക്കല് വേണം. ഞാൻ ഓക്കെ ഉസ്താദ് എന്ന് കിട്ടിയ ഇജാസത്ത് പ്രകാരം ഐക്കലുണ്ടായി. ഓക്കെ ഉസ്താദിന്റെ ഇജാസത്ത് വാങ്ങിച്ചിട്ട് ഐക്കല്ലുണ്ടാക്കുന്നു. അത് കുട്ടികൾക്ക് കെട്ടിയാൽ പിന്നെ അസ്മാരല്ല, പിന്നെ ഹാർട്ടിന്റെ വാൾവിന് ഓട്ടല്ല. ഹാർട്ടിന്റെ വാൾവിന് ഓട്ടയില്ല. ഓപ്പറേഷൻ ചെയ്യാൻ എത്ര 35 ലക്ഷം അല്ലെങ്കിൽ 16 ലക്ഷം അത് കൊടുക്കാൻ നല്ല രസമാണ്. ഒരു ഐക്യ കുട്ടികൾ മാറി കഴിഞ്ഞാൽ ഉസ്താദിനോ 100 രൂപ. ഈ 100 നൊട്ടയ്ക്ക് തരാൻ ആൾക്ക് മനസ്സില്ല. എന്തെന്ന് പറയണ്ടത്? ഞാൻ എന്തെങ്കിലും തീരുമാനാക്ക്. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞെങ്കിൽ വഹാബി പിന്നെ ഒന്നും വിശ്വാസമില്ല. എന്ത് പറയും? കറാമത്ത് നിഷേധിയാണ്, മുഅ്ജിസത്ത് നിഷേധിയാണ്, ഔലിയാക്കളെ നിന്ദിക്കുകയാണ്, മഹാന്മാരെ നിന്ദിക്കുകയാണ് എന്നൊക്കെ പറയും. ഇത് ഞാൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും തീരുമാനാക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാണ്, ഈ തരത്തിലുള്ള പുരോഹിതന്മാരുടെ പിന്നാലെ പോകരുത്. പലപ്പോഴും ഞാൻ പറയാണ്ട്, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫ് പറഞ്ഞിട്ടുണ്ട്, ആഖിർ സമാനിൽ ചില ദജ്ജാലുകൾ വരുമെന്ന്. യഖൂനു ഫി ആഖിർ സമാനി ദജ്ജാലുന കസാബുന എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ. അത് നിങ്ങൾ ശരിക്കും ഓർത്തു വെക്കുക. ആഖിർ സമാനിൽ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത ആശയമാണ് ഇതൊക്കെ. പ്രവാചകനോ സഹാബത്തിനോ പരിചയമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. അവർ പഠിച്ചതാണല്ലോ ദീൻ, അവർ പഠിപ്പിച്ചതാണല്ലോ ദീൻ, അവർ നമുക്ക് അറിയിച്ചു തന്നതാണല്ലോ ദീൻ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണല്ലോ ദീൻ. അതല്ലാതെ പിൽക്കാലത്ത് കുറെ പച്ചശാലിട്ടവരും തലയിക്കെട്ടിന്റെ മുകളിൽ തലയിക്കെട്ട് കിട്ടിയവരും ഒക്കെ വായിക്ക് തോന്നിയത് കോതക്ക് പാട്ടി എന്ന രൂപത്തിൽ വിളിച്ചു പോകുന്നതല്ലല്ലോ ദീൻ. അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള പുരോഹിതന്മാരുടെ ഫിത്നയിൽ നിന്ന് അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിറക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.